എഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ് ഇപ്പോൾ പറയുന്നത്. വൺസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡിനകത്ത് നമുക്കിപ്പോൾ ആഡ് ചെയ്യേണ്ട രണ്ട് നമ്പർ. സബ്ട്രാക്ഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് നമ്പറിനെ ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പറാണുള്ളത്. ഒന്ന് എ ആയിട്ടും രണ്ടാമത്തത് ബി ആയിട്ടും റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 4 പോസിബിലിറ്റീസ് ഉണ്ട്. എയും ബിയും പോസിറ്റീവ് ആകാം, എ പോസിറ്റീവും ബി നെഗറ്റീവും, പക്ഷേ ബി ആണ് ഗ്രേറ്റസ്റ്റ് നമ്പർ. മൂന്നാമത്തെ കേസിൽ പോസിറ്റീവ് എ, പക്ഷെ അതാണ് ഗ്രേറ്റസ്റ്റ്, നെഗറ്റീവാണ് ബി. നാലാമത്തെ കേസിൽ രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും, ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഒരു കാര്യം, നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു നമ്പർ 0 1 0 0 ആണെങ്കിൽ അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരെ റിവേഴ്സ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. 0 1 1 1 വരും അല്ലേ? അപ്പോൾ ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. നമ്മൾ ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കേസ് നോക്കിക്കേ, എ പ്ലസും ബി പ്ലസും ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ പ്ലസും ബി പ്ലസും ആയിട്ടുള്ള ഒരു നമ്പർ പ്ലസ് 0 0 1 1ഉം പ്ലസ് 0 1 0 0യും അത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ശരിക്കും ഇത് രണ്ടും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒന്നാമത്തെ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? 1 2 3നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 4. അപ്പോൾ നമുക്കിതിന് ഡെസിമൽ ഫോം എന്ന് പറയുന്നത് +3 +4 ആണ്. അപ്പോൾ അത് എത്ര വരും? നമുക്കറിയാം +7 ആണ്. സാധാരണ ഡെസിമൽ എഡീഷനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ആണെങ്കിൽ നോർമലി ആഡ് ചെയ്യുന്നത് സർക്യൂട്ട് റെപ്രസെൻറ്റേഷനും സെയിം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കോംപ്ലിമെൻ്റ് ഒന്നും ചെയ്യേണ്ട, രണ്ടും പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് നോക്കാം. 0യും 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതാണല്ലോ, 0 + 0 ബൈനറിയിലാണെങ്കിൽ അത് 0 ആണ്, 0 + 1 ആണെങ്കിൽ 1 ആണ്, 1 + 0 ആണെങ്കിൽ 1 ആണ്, 1 + 1 ആണെങ്കിൽ 10. ശരിക്കും 2നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 10 ആണ്. ഇതേപോലെ നമ്മൾ എങ്ങനെ മൈനസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? 10നകത്ത് നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 വരും, ബാക്കിയൊക്കെ തിരിച്ച്. അപ്പോൾ ഇത് ഓർക്കണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ റെപ്രസെൻറ്റേഷൻ നമ്മൾ സർക്യൂട്ട് റെപ്രസെൻറ്റേഷനാണെങ്കിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? 1ഉം 0യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ്, 1ഉം 0യും കൂടി ആഡ് ചെയ്താൽ 1 ആകും, 0 1ഉം 1 ആണ്, 0 പോസിറ്റീവ്. അത് ശരിക്കും ആൻസർ എത്രയാണ്? ബൈനറി. ഇത് ശരിക്കും കാണിക്കുന്നത് 1 + 2⁻0 + 2⁻1 2⁻2 +0 വരും അവിടെ. ടോട്ടൽ ഇത് 4 + 2 + 1 = 7. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് 7 തന്നെ കിട്ടി. ഇത് തന്നെ സെയിം ആണ് നമ്മളിവിടെ നോർമൽ എഡീഷനും. നോർമൽ എഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 1 1 0 പ്ലസ്. അപ്പോൾ ഇത് ശരിക്കും എന്ത് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? +7 ആണ്. അപ്പോൾ ഡെസിമൽ ചെയ്താലും പ്ലസ് കിട്ടും, സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ വെച്ചും +7 തന്നെ കിട്ടുന്നത്. നോർമൽ എഡീഷൻ, നോർമൽ ബൈനറി എഡീഷൻ വെച്ചാൽ നമുക്ക് +7 തന്നെ കിട്ടും. ഇനി രണ്ടാമത്തെ കേസ്. അപ്പോൾ നമ്മൾ എവിടെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യുന്നത്? എവിടെയാണോ നെഗറ്റീവ് നമ്പർ വരുന്നത് അവിടെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസ്, പ്ലസും എ എന്ന് പറയുന്ന നമ്പർ പ്ലസും രണ്ടാമത്തെ നമ്പർ നെഗറ്റീവ്, അതാണ് ഗ്രേറ്റർ നമ്പർ. എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത് +0 1 0 1 -1 1 0 0. അപ്പോൾ നോക്കിക്ക് ഇത് ഏത് നമ്പറാണ്? 1 + 2 0 ആണ്. ഇതിവിടെ ശരിക്കും 4 ആണ്. 1 + 4 എന്ന് പറയുമ്പോൾ ഇവിടെ +5 ആണ്. ഈ നമ്പർ എന്ന് പറയുന്നത് +5 ആണ്. ഇതെത്ര വരും? 4ഉം ഇവിടെ വരുന്നത് 8. 4 + 8 12. ഇത് ശരിക്കും വരും -12 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? +5 -12. +5 -12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വലുതിനകത്ത് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക, -7 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മൾ നോർമൽ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ബൈനറി നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏത് നമ്പർ എഴുതണം? സാധാരണ ചെയ്യുന്ന പോലെ ഏറ്റവും ഗ്രേറ്റർ നമ്പർ ഏതാ? -12 ആണ്. അതിന് ആദ്യം എഴുതണം 1 1 0 0. രണ്ടാമത്തെ ചെറിയ നമ്പർ ഏതാണ്? +5 ആണെന്ന് വെച്ചാൽ 0 1 0 1. എന്നിട്ട് നമ്മൾ അതിനെ മൈനസ് ചെയ്യും. ഇതിനകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് മൈനസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ നിങ്ങൾ. 0നകത്ത് നിന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഒന്ന് ബോറോ ചെയ്യണം. അപ്പോൾ ഇപ്പുറത്ത് 0 ഉള്ളത്, ബോറോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പുറത്ത് 1ൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബോറോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 10 കിട്ടും അല്ലേ?
ഇത് പോയി ഇവിടെ 0 ആകും, ഇവിടെ 10 വരും, ഇവിടെ 0 വരും. അപ്പോൾ 10-നകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നുകൂടെ ബോറോ ചെയ്ത് കഴിഞ്ഞാൽ 1 വരും, ഇവിടെ 10 വരും അല്ലേ. 1 + 1 ആണ് 10. അപ്പോൾ ഇതിനകത്ത് നിന്ന് 10-നകത്ത് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി 1 ഉണ്ടാവും. അപ്പോൾ 10-നകത്ത് നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. 1-നകത്ത് നിന്ന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. 0-ന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ 1 ബോറോ ചെയ്ത് 10-നകത്ത് നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ ഏത് സൈൻ ഇട്ട് കൊടുക്കണം, ഏതാണോ ലാർജർ നമ്പർ അതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കണം. ലാർജർ നമ്പറിൻ്റെ സൈൻ എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവാണ്, നെഗറ്റീവിൻ്റെ സൈൻ. ഇത് നോർമലി നമ്മൾ നമ്പർ വലുതാണോ ചെറുതാണോ നോക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്ന രീതിയാണ്. ഇവിടെ വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് -7 എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ട്. ഇത് -7 ആണ്. ഇനി എങ്ങനെ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നു നോക്കാം. വൺസ് കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നെഗറ്റീവ് നമ്പറിനെയാണ് എപ്പോഴും നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മുടെ നെഗറ്റീവ് നമ്പർ ഏതാണ്, ഈ -1100 ആണ് നമ്മുടെ നെഗറ്റീവ് നമ്പർ. അപ്പോൾ ആ നെഗറ്റീവ് നമ്പറിനെ നമ്മൾ ആദ്യം നമ്മുടെ പോസിറ്റീവ് നമ്പർ എടുത്ത് എഴുതുവാണ്. പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഇവിടെ വൺസ് കോംപ്ലിമെൻറ്റിൽ പ്ലസ് സൈനിനെ 0 വെച്ചും റെപ്രസെൻറ്റ് ചെയ്യും, മൈനസ് സൈനിനെ 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെ സൈൻ ബിറ്റ് എന്നാണ് പറയുക. സൈൻ ബിറ്റ് നമ്മുടെ അതിൻ്റെ എന്താണോ സൈൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ +0101 +0101 നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 00101 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ്സിന് ഇക്വലൻ്റായിട്ട് ഇവിടെ 0 എഴുതി, ബാക്കി നമ്പർ ആസ് സച്ച് 0101 അത് എഴുതി. ഇത് സൈൻ ബിറ്റാണ്, ബാക്കി നമ്പറാണ്. ഇനി ഇതേപോലെ -1100 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, മൈനസിൻ്റെ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 1 ആണ്, പിന്നെ 1100 ഇതാണ് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ നമ്മൾ ആദ്യം കോംപ്ലിമെൻറ്റ് ചെയ്യണം, വൺസ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ നെഗറ്റീവ് എഴുതി. ഇനി ഇതിനെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇത് സർക്യൂട്ട് ഇതെങ്ങനെ മാറേണ്ടത് 0. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാനാണ് ഓരോ സ്റ്റെപ്പ് എഴുതുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ വൺസ് കോംപ്ലിമെൻറ്റ് എഴുതാവുന്നതേ ഉള്ളൂ. 00101 പിന്നെ സൈൻ ബിറ്റ്, അതിനുശേഷം ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 0011. ഇനി എന്ത് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം. 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്, 10 ആണ് വരേണ്ടത്. 0 ഇവിടെ 1 മുകളിലുണ്ടാവും, എഗെയിൻ 0 1 മുകളിലുണ്ടാവും, 0 1 1 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ സൈൻ ബിറ്റാണ്. ബാക്കിയുള്ള 100 എന്ന് പറയുന്ന നമ്പർ. ഇനി ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ നെഗറ്റീവ് ആണെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 0111. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് -0111 എന്ന് വെച്ചാൽ എത്ര, -7 തന്നെ. അപ്പോൾ ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മൾ നെഗറ്റീവ് നമ്മുടെ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കാൻ നമ്മളിത് എങ്ങനെയാണ് ചെയ്തത്, എ എന്ന് പറയുന്ന നമ്പർ പോസിറ്റീവും ബി എന്ന് പറയുന്ന നമ്പർ നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് എ എന്ന് പറയുന്ന നമ്പറിന് ഇതിൻ്റെ സൈൻ ബിറ്റ്, പോസിറ്റീവിന് 0 എന്ന് പറയുന്ന സൈൻ ബിറ്റും നെഗറ്റീവിന് 1 എന്ന് പറയുന്ന സൈൻ ബിറ്റുമാണ് ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് നമ്പറിന് ആസ് സച്ച് സൈൻ ബിറ്റോടുകൂടി എഴുതുക, നെഗറ്റീവ് നമ്പറിന് നെഗറ്റീവിൻ്റെ സൈൻ ബിറ്റും, പിന്നെ അതിന് ശേഷം അതിനെ എന്ത് ചെയ്യണം, അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യണം, വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യണം. വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്പറിന് 1ന് 0യും 0യെ 1ഉം ആക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്ത ശേഷം ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടിനകത്ത് ഇത് സൈൻ ബിറ്റ് റെപ്രസെൻറ്റ്സ് നെഗറ്റീവ്, ഇതിന് റിസൾട്ടിന് ഒന്നുകൂടി എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണണം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ കേസിൽ എയും ബിയിലും എ എന്ന് പറയുന്നത് നമ്പർ പോസിറ്റീവും ബി നെഗറ്റീവുമാണ്. ഇതിൽ എ എന്ന് പറയുന്ന നമ്പർ പോസിറ്റീവ് നമ്പറാണ് ഗ്രേറ്റർ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളോട് +1110 -1001 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, പ്ലസ് എന്ന് പറയുന്ന ആ പോസിറ്റീവ് സൈൻ ഉള്ള നമ്പർ എന്ന് പറയുന്നത് ശരിക്കും ഇക്വലൻ്റ് ടു എത്രയാണ് വരിക, 2 4 8 8 4 12 14 +14 ഈ നമ്പർ. ഇത് -1001. അപ്പോൾ 1ഉം വരും, ഇവിടെ 2 0 ആണ്, 4 അങ്ങനെ 8.
8 1 9. അപ്പോൾ ശരിക്കും +14 -9 ആണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് നമ്പറിനകത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും വലിയ നമ്പറിനകത്ത് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടും. ഇവിടെ വലുതെന്ന് പറയുന്നത് 14 ആണ്. 14 എഴുതി. രണ്ടാമത്തെ ഇത് നോർമൽ റെപ്രസെൻറ്റേഷനാണ്. 1001 ബൈനറി സബ്സ്ട്രാക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി മൈനസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 0 നിന്ന് 1 പോകുമോ? ഇല്ല, പോകത്തില്ല. നമുക്ക് ഇവിടെ നിന്ന് ബോറോ ചെയ്യാം. അപ്പോൾ ഇവിടെ 10 ആകും. 1 പോയി കഴിഞ്ഞാൽ 1 ആണ്. പിന്നെ 0 നിന്ന് 0 പോയാൽ 0, 1 നിന്ന് 0 പോയാൽ 1, 1 നിന്ന് 1 പോയാൽ 0. ശരിക്കും എത്ര കിട്ടുന്നത് ആൻസർ നമുക്ക് കിട്ടുന്നത് ഇത് ഇറ്റ്സ് റെപ്രസെൻറ്റ് ബേസിക്കലി ഇത് 5 ആണ് അല്ലേ? 1ഉം 4ഉം 1 + 4 5. ഇതാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇത് സാധാരണ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? +14 -9 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന +5 ആണ്. അത് കറക്റ്റാണ് ഇവിടെ. ഇനി ഇത് എങ്ങനെ നമുക്ക് വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മളെപ്പോഴും നോക്കേണ്ടത് പോസിറ്റീവ് നമ്പറിന് കോംപ്ലിമെൻറ്റ് ചെയ്യില്ല, നെഗറ്റീവ് നമ്പറിനാണ് നമ്മൾ വൺസ് കോംപ്ലിമെൻറ്റ് എഴുതുക. പോസിറ്റീവ് നമ്പർ ആസ് നമ്മൾ എഴുതുവാണ് 1. ഇവിടെ പോസിറ്റീവിൻ്റെ സൈൻ ബിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. നെഗറ്റീവിനാണ് 1 എന്നുള്ള സൈൻ ബിറ്റ് ഉള്ളത്. അപ്പോൾ പോസിറ്റീവിന് 0 സൈൻ ബിറ്റ് എഴുതി. അതിനുശേഷം 1 1 0. ഇനി 9ൻ്റെ സൈൻ ബിറ്റ് നെഗറ്റീവ് സൈൻ ബിറ്റാണ്. അപ്പോൾ നെഗറ്റീവിന് 1 എഴുതി. 9 എങ്ങനെ നമ്മൾ എഴുതുന്നത്? ശരിക്കും 1 0 0 1 ആണ്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യണം. വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 1 1 0 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കിട്ടിയ ശേഷം ഇതിനെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 0യും 0യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. 1ഉം 1ഉം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും 10 ആണ്. അതിനൊരു 0 വന്ന് മുകളിലേക്ക് 1 പോയി. 1ഉം 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 കൂടി ആഡ് ചെയ്താൽ 11 വരിക. ശരിക്കും 11 1 എഴുതി. ഇവിടെ 1 വന്നു, 1 0 വന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് എപ്പോഴും ഒരു ക്യാരി ഇങ്ങനെ വരും. ഈ സൈൻ ബിറ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. 1ഉം 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ശരിക്കും വരുന്നത് 10 ആണ്. 10ന് ഇവിടെ 0യും ഇവിടെ 1. അപ്പോൾ നോക്കിക്കുക, ഇത് സൈൻ ബിറ്റാണ്. അതിന് പുറമെ ഇവിടെ ഒരു എൻഡ് അറൗണ്ട് ക്യാരി വന്നു. ഇങ്ങനെ വരുന്ന ക്യാരിയെ നമ്മൾ പറയുന്നതാണ് എൻഡ് അറൗണ്ട് ക്യാരി. അപ്പോൾ ഈ എൻഡ് അറൗണ്ട് ക്യാരിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 0 1 0 0. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 0 0 1 0 1. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ എന്താണ് സൈന്? ഇത് നമുക്കറിയാം ഈ കേസിൽ പോസിറ്റീവ് തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇനി വേറെ കോംപ്ലിമെൻറ്റിങ് ഒന്നും ചെയ്യേണ്ട. നമ്മുടെ ആൻസർ ശരിക്കും ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ നെഗറ്റീവ്, ഇവിടെ 0 കാണിച്ചിരിക്കുന്നത് പോസിറ്റീവാണ്. സോ +5 ആണ് ആൻസർ വരുന്നത്. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നോർമൽ റെപ്രസെൻറ്റേഷൻ, ഇത് ഡെസിമൽ എഡീഷനാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് കോംപ്ലിമെൻറ്റ് വെച്ച് നമ്മൾ ആഡ് ചെയ്ത് ഒന്നുകൂടെ നോക്കിക്കേ. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ നമ്പർ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ആ പോസിറ്റീവ് നമ്പറിന് ഒരിക്കലും കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ട. അതിൻ്റെ സൈൻ ബിറ്റ് പോസിറ്റീവിന് 0 ആണ്. നെഗറ്റീവ് നമ്പറിനെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് സൈൻ ബിറ്റ് നെഗറ്റീവായിട്ട് 1 ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അത് ആഡ് ചെയ്യണം. ഈ കേസിൽ ഈ മൂന്നാമത്തെ കേസിൽ എന്തായാലും ഒരു എൻഡ് അറൗണ്ട് ക്യാരി വരും. ആ ക്യാരി ആഡ് ചെയ്യണം. പിന്നെ അതിന് ശേഷം കോംപ്ലിമെൻറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. നേരെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയായിരിക്കും.